അവിടുന്ന് ഭാഗ്യാവസരം തന്നല്ലോ. ഇന്ന് രാത്രിയിൽ വിവിധ ഇടങ്ങളിൽ മഴയുടെയും മറ്റ് ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും നാം നിശ്ചയിച്ചതുപോലെ ഈ രാത്രിയിൽ ഒരുമിച്ച് ചില നിമിഷങ്ങൾ കർത്താവിന്റെ പാദപീഠങ്ങളിൽ കടന്നു വരും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടത് നമുക്ക് ഒരുമിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ആണ്ടിന്റെ 7-ാം മാസം ഈ 3-ാമത്തെ തിങ്കളാഴ്ച പിന്നെയും കർത്താവിനെ സ്തുതിച്ച് മഹത്വീകരിപ്പാനും സ്തോത്രം ചെയ്യുവാനും കൃപയാൽ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യവും അവസരവും തന്നല്ലോ. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി, നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, ആശീർവാദങ്ങൾക്കായി കർത്താവെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ധ്വനിയുടെ വിവിധ പ്രയർ സെല്ലുകളെ ആമൻ കർത്താവ് അനുഗ്രഹിച്ചു. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ കർത്താവ് വിവിധ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ അവിടുത്തെ അഭിഷിക്ത കർത്തൃദാസീദാസന്മാരെ ദൈവം അവിടുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിപ്പാൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവരുകളെയും ദൈവം അവിടുന്ന് ഉപയോഗിക്കുന്നല്ലോ. തനിക്ക് കൊടുത്തിരിക്കുന്ന ആത്മീയ ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്നെ പിന്നെ ശക്തീകരിക്കണമേ. കർത്താവ് ഈ ഞങ്ങളുടെ പ്രദേശങ്ങളില് കേരളത്തില് ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഹാർലി ഷാമുൽ അവരുകൾക്കായി പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് മറ്റ് ഔദ്യോഗിക ഭാരവാഹികൾക്കായി, മറ്റു പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കൂടി വരെ ഏറ്റവും അനുഗ്രഹിക്കണമേ. നല്ല ഗാനങ്ങളെ ദൈവം നൽകണമേ. നല്ല ആലോചനകളെ ദൈവം നൽകണമേ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി കാലഘട്ടത്തിൽ മധ്യസ്ഥനപ്പാൻ കർത്താവെ ഞങ്ങൾ അവിടെ നിന്ന് അഭിഷേകം ചെയ്യും. എല്ലാത്തിലേക്കും ആത്മാവിന്റെ വലിയ ആശീർവാദവും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ പകരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ മറയ്ക്കും. ഞങ്ങളുടെ ധാരാളം പ്രിയപ്പെട്ടവർ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് യാതൊരു തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ ആർക്കും ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കരുത്. കൃപ പിന്നെയും പകരും വരവിനായി ഒരുക്കും. പ്രാർത്ഥനകൾക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. ഈ രാത്രിയില് നമുക്ക് ഇങ്ങനെ ഒരു കൂടിവരവ് പിന്നെയും ഓൺലൈനിലായി കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. ആ വിവിധ ദേശങ്ങളിൽ മഴയുടെയും മറ്റും ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. നെറ്റിന്റെയൊക്കെ വിഷയങ്ങളുണ്ടാകാം. ചിലരെല്ലാം ശാരീരികമായി അസ്വസ്ഥതകളും ബലഹീനരുമായിരിക്കുന്നൊക്കെ കേൾക്കാനിടയായി. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒത്തിരി പേര് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമ്മുടെ ചെയർമാനായിരിക്കുന്ന ഹാർലി പാസ്റ്റർ നമ്മുടെ മധ്യമുണ്ട്. മറ്റ് കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോയിച്ചാൻ നമ്മുടെ മധ്യം ഉണ്ടല്ലോ. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ, അത് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ തുടർന്ന് പ്രൈസ് വർഷിപ്പാണ് ലീഡ് ചെയ്യേണ്ടത് പാസ്റ്റർ ഫ്രാൻസിസ് വെള്ളിക്കുളം അവറുകളാണ്. അവർ അഥവാ ഇതിൽ കയറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഹാർലി പാസ്റ്റർ ദേവദാസൻ കയറിയിട്ടുണ്ടോ? പ്രൈസ് ലോർഡ് സുരേഷ് പാസ്റ്ററെ, നമ്മുടെ ഫ്രാൻസിസ് പാസ്റ്ററെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെയൊക്കെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ്. ഉച്ച മുതലേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് സാരമില്ല. ഞാൻ ഒരു 1-2 പാട്ടുകളൊക്കെ പാടാം. അത് നമ്മുടെ ചോദിച്ചാനുണ്ട്. നമ്മുടെ മധ്യേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പ്രയർ ലീഡ് ചെയ്യും. പ്രിയ ദേവദാസൻ സാബുவோട് ഒരു പാസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ട്. മെസ്സേജ് അദ്ദേഹം പറയും. അപ്പോൾ ഗാന ശുശ്രൂഷയുടെ ദേവദാസന് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. അവിടെ ഇന്ന് ഈ ജൂലൈ മാസത്തിലെ നമ്മുടെ പ്രാർത്ഥനാ സംഗമം വളരെ പ്രതികൂലത്തിന്റെ ഒരു സമയമാണെങ്കിലും ഇത്രയും ദൈവമക്കൾക്ക് കടന്നു വരുവാൻ അവിടെ സ്തോത്രം. ഈ മീറ്റിംഗ് അധ്യക്ഷനായിരിക്കും നമ്മുടെ പ്രാർത്ഥന കേരള ചാപ്റ്ററിന്റെ വൈസ് ചെയർമാൻ ആയിരിക്കുന്ന കർത്തദാസൻ പ്രിയ സുരേഷ് കുമാർ പാസ്റ്റർ, അതുപോലെ പ്രിയ ബെൻസൺ പാസ്റ്റർ, പ്രിയ ജോയിച്ചാന്, കൂടെ കൊല്ലം ചാപ്റ്ററിന്റെ പ്രസിഡന്റ് പ്രിയ രാജു പാസ്റ്റർ, അതുപോലെ നമ്മുടെ സ്തോത്രം എറണാകുളം ചാപ്റ്ററിന്റെ കോർഡിനേറ്ററോടായിരിക്കുന്നതായ നമ്മുടെ പ്രിയ സാബുട്ടർ പാസ്റ്റർ, എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം വളരെ പ്രതികൂലങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇതിന് മധ്യേയും അല്പസമയം വേറിട്ടിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് ഒരുക്കുന്ന അവസരത്തെ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും, കൃപയൊന്നെന്നെ ആശ്രയമേ. പഴയ പാട്ട് നമുക്ക് ചേർന്ന് പാടി ഈ രാത്രികാലം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ബലഹീനതയിൽ നല്ല ബലമേകും,
മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും. കൃപയും എന്നാശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും. കൃപയും എന്നാശ്രയമായി. കൃപയും എന്നാശ്രയം. ഹല്ലേലൂയ. കൃപയും ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. കൃപയേറും കർത്താവിലൻ വിശ്വാസം. അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം. കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം. കൃപയാൽ മനോഹരമായി. കൃപയും എന്നാശ്രയം. ഹല്ലേലൂയ. കൃപയും ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളൂ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. ചേർന്ന് പാടാം. കൃപയൊന്നെൻ ആശ്രയം. ഹല്ലേലൂയ. കൃപയും ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളൂ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപയൊന്നേ ആശ്രയം. ഹല്ലേലൂയ. കൃപയൊന്നേ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളോ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളോ. കൃപയേറും കർത്താവിലൻ വിശ്വാസം. അതിനാൽ ഹൃദയന്തു ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം. കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം. കൃപയാൽ മനോഹരമായി. കൃപയൊന്നേനാശ്രയം. ഹല്ലേലൂയ. കൃപയൊന്നേനാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി. ഹല്ലേലൂയ. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നേനാശ്രയം. ഹല്ലേലൂയ. കൃപയൊന്നേനാനന്ദമായി. വൈരികൾ വന്നാലും തിരുയർന്നാലും കൃപ മതിയെന്നാളോ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളോ. ഹല്ലേലൂയ. ദൈവകൃപയിൽ കഴിഞ്ഞ മാസക്കാലം മുഴുവനും ദൈവം നമ്മളെ അത്ഭുതകരമായി
പരിപാലിച്ചു. നമ്മുടെ കേരള ചാപ്റ്ററിന്റെ പ്രാർത്ഥന സംഘമായി ഈ മാസം കൂടി വരുവാൻ സ്വർഗ്ഗ ദൈവം അനുവദിക്കപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തിനായി കരുതലിനായി വളരെ പ്രതികൂലങ്ങളുടെയൊക്കെ സമയങ്ങളാണെങ്കിൽ തന്നെയും അതിന് മധ്യയും അല്പനിമിഷങ്ങൾ വേറിട്ടിരുന്ന് സ്വസ്ഥമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഭവനങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാര്യങ്ങളെ അടിച്ച് ദൈവം അല്പസമയം മഹത്വപ്പെടുത്തി കാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒരുമിച്ചുള്ള നമ്മുടെ ഈ സംഗമത്തിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ ഇടപെടേണ്ടതിന് വേണ്ടി ഒരാത്മീയ സന്തോഷം പ്രാപിപ്പാൻ ഹല്ലേലൂയ ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടാതെ തന്നെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ജീവിതങ്ങൾക്കകത്ത് ഇന്ന് രാത്രിക്ക് ഒരു വലിയ ദൈവികമായ ശക്തി, ഒരു ദൈവികമായ സമാധാനം കർത്താവ് അയക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അധികാരമുള്ള നാമത്തിൽ താഴ്ച നമ്മളെ ഓർത്തൊരു കർത്താവ്, ബലഹീന താങ്ങുന്ന നല്ല കർത്താവ്, കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവേ പുതപ്പെ വീണ് നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവേ പുതപ്പെ വീണ് നിന്റെ വിശ്വാസ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ സ്നാതനേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഉന്നം വെച്ച വൈരിൻ കണ്ണിൻ മുന്നിൽ പതറാതെ, ഉന്നം വെച്ച വൈരിൻ കണ്ണിൻ മുന്നിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ എന്നെ ഓടി മറച്ചില്ലേ, എന്നെ എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. കർത്താവേ, ഞങ്ങളുടെ പാദപീഠത്തിൽ രാത്രികാലം കടന്നു വരുന്ന കർത്താവേ, എണ്ണമില്ലാത്ത നന്മകളെ കൊണ്ട് ഞങ്ങളെ പരിപാലിക്കുന്ന നടത്തുന്ന സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന വാഴ്ച കർത്താവ്. ഓളങ്ങളും തിരുമാലകളും പ്രതികൂലങ്ങളും ഒക്കെ ഉള്ള ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ കഴിയുമ്പോൾ കർത്താവെ സ്തോത്രം ചെയ്തു അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച് ഞങ്ങളുടെ പടകിലെ കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കി. കർത്താവെ, കഴിഞ്ഞൊരു മാസക്കാലം മുഴുവൻ പ്രാർത്ഥന കേരള ചാപ്റ്റർ കുടുംബാംഗങ്ങളെല്ലാം കർത്താവ് അത്ഭുതമായ പരിപാടി സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. രാത്രികാലവും നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ഘട്ടനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെയും കടന്നു വന്ന എല്ലാവരും ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു, മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 30 നിമിഷങ്ങൾ ദൈവത്തെ പാടി ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. തുടർന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ വിവിധ വിഷയങ്ങളാൽ നമ്മുടെ രാജ്യവും നമ്മുടെ ദേശങ്ങളും ഒക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കർത്താവിനാൽ അഭിഷിക്തനായി കടന്നു വന്നിരിക്കുന്ന പ്രിയ ആചാര്യ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന തുടർന്ന് ലീഡ് ചെയ്യേണ്ടതിനായി പ്രിയ ജോജു മാത്യു ആചാര്യ അവരുകളെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയങ്ങൾ നമ്മൾ വേറിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയായി അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിപ്പാനുണ്ട്. ആ വിഷയങ്ങളൊക്കെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ സമയം നമുക്ക് തികയില്ല എങ്കിലും പ്രധാനമായിട്ടുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ സമയം വേർതിരിക്കുന്നു. അതിനായി ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ
ആരെങ്കിലും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രാരംഭമായിട്ട് നമുക്ക് പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാധ്വനിയുടെ ഇന്റർനാഷണൽ ഡയറക്ടറായിരിക്കുന്ന നമ്മുടെ ബെൻസൺ ഡാനിയൽ പാസ്റ്ററേയും കുടുംബത്തെയും തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എത്രത്തോളം ഈ പ്രവർത്തനത്തെ അനുഗ്രഹപൂർണമാക്കി തീർക്കുവാൻ കർത്താവിന്റെ ദാസന്റെ തീവ്രമായ പ്രവർത്തനങ്ങൾ അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്തെന്ന് പറയാതെ ഇരിപ്പാൻ വയ്യാലോ. കർത്താവ് വീണ്ടും വീണ്ടും ശക്തമായി പ്രിയ കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കുവാൻ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററുകളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കേരള ചാപ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ചെയർമാനായിരിക്കുന്ന ഹാർലി പാസ്റ്റർ, അതുകൊണ്ട് തന്നെ മറ്റുള്ള ഉത്തരവാദിത്തപ്പെട്ട ഓരോരുത്തരെയും ഈ തരുണത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പല കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ചില ചാപ്റ്ററുകളിലെ ദൈവമക്കളുണ്ട്, ദൈവദാസന്മാരുണ്ട്. അവരെയൊക്കെ നമുക്ക് പിന്നീട് പുറകാലെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ചെയർമാന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ചെയർമാൻ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ഏകദേശം 17ഓളം ചാപ്റ്ററുകൾ പല രാജ്യങ്ങളിലായി, പല സ്റ്റേറ്റുകളിലായിട്ടൊക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആ വിഷയത്തെ ഓർക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഈ വിഷയത്തിൽ വെളിപ്പെടുവാൻ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും നമ്മുടെ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ, അതൊക്കെയും ദൈവത്തിന്റെ നാമമഹത്വത്തിനായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത് ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവെ, സമയം കൂടാതെ ഞങ്ങളുടെ പാതപീഠത്തിൽ കടന്നു വരുവാൻ സ്വർഗത്തിന് ദൈവം ഞങ്ങളുടെ ജീവിതത്തിലോട് ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവെ പറയപ്പെട്ട വിഷയങ്ങളെ തിരുക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനാധ്വനി അതിന്റെ പ്രവർത്തനങ്ങളെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ അഭിഷിക്തമായ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ മക്കളുടെ ശുശ്രൂഷ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ പ്രത്യേക പ്രിയ ബെൻസമാസും കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ നാളുകളിൽ പ്രാർത്ഥന ധ്വനിക്ക് വേണ്ടി ശുദ്ധമായ നേതൃത്വം കൊടുക്കുവാൻ നോക്കളെ ദൈവം ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ശുശ്രൂഷകളെ അവിടുന്ന് ആദരിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവ് തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ട ദൈവങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവ് പ്രാർത്ഥന ധ്വനി കേരള ചാർട്ടറിന്റെ ചെയർമാനായിരിക്കുന്ന പ്രിയ ഹാർലി പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രവർത്തനങ്ങൾ അതിനൊരു അനുഗ്രഹമായി തീരുവാൻ വിടുതലൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് നമ്മളെ പ്രാർത്ഥിക്കുന്നു. സ്വർഗ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. തുടർന്ന് നമ്മുടെ കേരള ചാപ്റ്ററിനെ എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ 14 ജില്ലകളില് കേരള ചാപ്റ്ററിന്റെ ഈ നമ്മുടെ പ്രാർത്ഥനാവനിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഏകദേശം 3 യൂണിറ്റ് ചില ജില്ലകളിലായി ആരംഭിക്കുവാനിടയായി തീർന്നല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ 14 ജില്ലകളിലും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാൻ വേണ്ടി ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ കരം അവിടെയായി വെളിപ്പെടുവാൻ ചില ദൈവദാസന്മാരെ അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവിടെ തന്നെ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനത്തിൽ നിരതരായിരിക്കുന്ന ചില ദൈവമക്കൾ ശാരീരികമായി വളരെ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയുടെ ദേശത്ത് ഒരു ദൈവദാസന് കാലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെ ഭൗതികമായ ഞെരുക്കവും ഒക്കെയായി ബുദ്ധിമുട്ടുന്നു. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോഷിയായാലോ ആ ദൈവദാസന് വേണ്ടി ചില കരങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി തുറന്നു വരുവാൻ, അത് കർത്താവെ അത് ഭൗതികമായ നിലയിൽ ചില സഹായങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിന് വേണ്ടതായ എല്ലാ ഭൗതികമായ കാര്യങ്ങൾ നിവർത്തീകരിക്കപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് പ്രാർത്ഥനാധ്വനിയുടെ രോഗികളായി ഭാരപ്പെടുന്ന ദൈവദാസന്മാരെയും ദൈവമക്കളെയും നമുക്ക് ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അതിശയകരം അവിടെയായി കടന്നു ചെന്ന് അതൊരു വലിയ വിടുതലായി അനുഗ്രഹമായി തീരുവാൻ വരും ദിവസങ്ങൾ നല്ല സാക്ഷ്യങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗം സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഇന്നലെ രാത്രിക്ക് നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രാർത്ഥനയാൽ കൈതാങ്ങുക എന്ന ലക്ഷ്യത്തോടെ കർത്താവെ സ്തോത്രം അർപ്പിച്ച പ്രാർത്ഥനയുടെ കേരള ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ കത്തത്തോളം കഥ അനുഗ്രഹിച്ച കൃപകൾക്കായി നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, കഴിഞ്ഞ കർത്താവ് 9 മാസത്തോളമായി കർത്താവ് കേരളത്തിൽ മണ്ണിൽ പ്രവർത്തനം ആരംഭിക്കുവാൻ സ്വർഗ ദൈവം കരുണയതിനാൽ നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, വിവിധ ജില്ലകളായി പ്രത്യേകിച്ച് കർത്താവ് പ്രാർത്ഥനയുടെ ജില്ലാ യൂണിറ്റുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എറണാകുളം യൂണിറ്റിനായി സ്തോത്രം, അതിന്റെ നേതൃത്വ ദാസന്മാർക്കായി പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവെ, അതുപോലെ തന്നെ ഹല്ലേലൂയ കോട്ടയം ഹല്ലേലൂയ ചാപ്റ്ററിന്റെ യൂണിറ്റ് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കൊല്ലം സ്തോത്രം ജില്ലയിൽ യൂണിറ്റ് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവദാസനെയും അവിടെ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊടുവിലായി കർത്താവ് ആരംഭിച്ച ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണുള്ള കർത്താദാസന്മാരെയും കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കും. കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കേരളത്തിന്റെ മറ്റ് ഹല്ലേലൂയ സ്തോത്രം ജില്ലകളിലേക്ക് 14 ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്ന സ്വർഗ്ഗ ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. തക്ക സമയം അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം കർത്താവ് ഒരുക്കി തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ ഭാരത്തോടെയും പ്രയാസം കടന്ന അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കഴിഞ്ഞ മാസക്കാലം ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരം ഒരുക്കിയാൽ നദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. പലരുടെയും വിഷയങ്ങൾ കർത്താവോട് അത്ഭുത വിടുതലുകൾക്കായ നദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. രാത്രി കാലം ഡൽഹിയിലുള്ള വാത്സല്യ സഹോദരനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന്റെ കാലുകൾക്കുണ്ടായ പ്രയാസത്തിന് മേൽ സ്വർഗ്ഗ ദൈവമേ, അതിന്മേൽ കർത്താവിന്റെ വഴികൾ മുഖാന്തരം ഒരുക്കിക്കൊടുത്ത് പൂർണ്ണമായ സൗഖ്യം ബലവും അതിന്മേൽ കർത്താവ് വ്യാപിപ്പിക്കുന്നതിന്റെ പകൽക്കാലം ഞങ്ങൾ കേരള ചാപ്റ്റർ ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം ക്ഷമിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി അയച്ച് കർത്താവെ ആ കാലുകൾക്ക് പൂർണ്ണ ബലം മുറിവുകളൊക്കെ കരിയുവാൻ കർത്താവോട് നിരയാക്കണേ ഞങ്ങൾ അങ്ങോട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് ഞങ്ങളുടെ കോട്ടയം ചാപ്റ്ററിലെ പ്രിയ ഹരീഷ് പാസ്റ്ററിന്റെ വാത്സല്യ പിതാവ് കർത്താവ് സ്തോത്രം സ്ട്രോക്ക് വന്ന് പ്രയാസത്തിൽ കിടപ്പിലായിരിക്കുന്നല്ലോ. കർത്താവ് വാത്സല്യ പിതാവിനോട് കർത്താവ് കരുണ കാണിക്കണേ, മനസ്സിലെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പത്രാപുരത്തുള്ള സുനിൽ പി കോശി പാസ്റ്ററിന്റെ പിതാവും സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയിരിക്കുന്ന അറിയുവാനിടയായി. ഞങ്ങളുടെ അറിവിലും കർത്താവയോടെ പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവല്ലാതെ എത്രയും പ്രിയപ്പെട്ടവർ വളരെ കഷ്ടത്തിൽ കടന്നുപോയി. മഴക്കാലത്ത് കേരളത്തിൽ കർത്താവ് പകർച്ചവ്യാധിയുടേതായ പ്രയാസം ഉണ്ടാകുന്നു. ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് സ്തോത്രം, ജോലിയുടെ കുറവുകൾ നിമിത്തം അനേക ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവ് എല്ലാവരും സഭകളോട് കർത്താവ് കരുണ കാണിക്കണേ. ദൈവദാസന്മാരുടെ മനസ്സിലുള്ള പ്രാർത്ഥനാദുരുടെ പ്രവർത്തന നിമിത്തം കേരളത്തിലെ കർത്താവ് ദൈവസഭകൾക്ക് വലിയ ഉണർവുണ്ടാകുവാൻ അനേക സഭകൾക്ക് ആത്മാക്കൾ കടന്നു വരുവാനൊക്കെയും കർത്താവോട് നിരയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ പ്രവർത്തന വിശാലതയിലേക്ക് ഞങ്ങളെ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിളിച്ച ദൈവം വിശ്വസ്തൻ, അന്ത്യത്തോട് നടന്ന ശക്തനായ ദൈവമാകലോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, സകല പ്രാർത്ഥന വിഷയം കർത്താവ് ഇരിക്കാൻ സ്തോത്രം, സ്തോത്രം മറുപടികൾക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്ന് നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. കേരളത്തിലെ കാലാവസ്ഥയുടേതായ പ്രതികൂലം മുഖാന്തരമായി പലവിധ വ്യാധികള് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും വളരെ സങ്കീർണമായ നിലയിലാണ് ആ രോഗം പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെയും നമ്മുടെ വിലപ്പെട്ട ദൈവദാസന്മാരെ ദൈവമക്കളെയൊക്കെയും കർത്താവ് സൂക്ഷിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ കാലാവസ്ഥയ്ക്കൊക്കെയും കർത്താവ് ഒരു നിയന്ത്രണം ദൈവം അവിടെ നയിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ 28 സ്റ്റേറ്റുകളെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടെയൊക്കെ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരെയും അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ജനങ്ങളിലെ വളരെ സുവിശേഷ വിരോധികളെ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കുമെതിരെ വളരെ ശക്തമായി ഇറങ്ങി അവരെ പീഡിപ്പിക്കുകയും വളരെ ദാരുണമായ നിലയിൽ കൊല ചെയ്യുകയും മറ്റുമൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൗനമായിരിക്കാതെ ഈ ദിവസങ്ങൾ വളരെ ശക്തമായി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ഒരു ന്യൂസ് പോസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നല്ലോ. ആ സൂറത്തിന്റെ ദേശത്ത് ഒരു സഭയിൽ കയറി 100ഓളം പേര് ചേർന്ന് ആ സഭയിലുള്ള വിശ്വാസികളൊക്കെയും വളരെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുവാനൊക്കെ ഇടയായി തീർന്നത് കേൾക്കുവാനിടയായി. തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇവർക്കൊക്കെ ഒരു മാനസാന്തരം ദൈവം കൊടുക്കട്ടെ. ഈ നാളുകളിൽ ദൈവത്തെ അറിയുന്നവരായി തീരുവാൻ, ഈ പീഡകൾ അഴിച്ചുവിടുന്നവർക്കൊക്കെയും മുഖാന്തരമാക്കി തീർക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റാരാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കർത്താവിന്റെ വരവിന് മുമ്പേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അത് വിശ്വസിക്കുന്നല്ലോ.
തീർച്ചയായിട്ടും ഒരു വലിയ ദൈവപ്രവൃത്തി ദിവസം നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത് ആരെങ്കിലും ശബ്ദമെടുത്ത് വായിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനും സ്നേഹാനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, പറയപ്പെട്ട വിഷയങ്ങളുമായി ഞങ്ങളുടെ സല്ലയെ കേൾക്കുന്ന കർത്താവേ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ യാതൊരു അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളത്തിന് ആ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവിക വിടുതലയക്കുമാറണമേ. മഴക്കെടുതി നിമിത്തം ഹല്ലേലൂയ ആസ്വദനം പല ഭാരങ്ങളും പ്രയാസങ്ങളുമായി പല ഭവനങ്ങളിലായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്രത്തോളം കാത്തു വരുവാൻ തന്റെ ഉള്ളകരങ്ങൾ വരച്ച് കൃപിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്രയോ പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട കർത്താവേ, ഹല്ലേലൂയ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരായി ഹല്ലേലൂയ സോരാനൊരു പ്രയാസം കൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ അപ്പച്ചങ്ങയിടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ മഹാരാജ്യത്തിന് സ്തോത്രം എന്ന് കർത്താവേ, ദൈവിക പ്രവൃത്തി കൊണ്ട് കർത്താവെ അങ്ങ് നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല കർത്താവെ. ദൈവഭയമില്ലാതെ ഹല്ലേലൂയ ഓരോ വിഷയം കൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, ഭയം കൂടാതെ ഹല്ലേലൂയ ദൈവ സ്നേഹത ദൈവിക സമാധാനത്തെ സമാധാനത്തോടെ അങ്ങ് ആരാഴ്ച മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ രാജ്യത്തൊക്കെയും കർത്താവെ അങ്ങ് കൃപ ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവൃത്തികളെ അല്ലെങ്കിൽ ആ സ്തോത്രം നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം സെല്ലിൽ കൊണ്ടുവരുമ്പോൾ കർത്താവെ തീർപ്പ് കൽപ്പിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, അല്ലെങ്കിൽ ആ സ്തോത്രം കർത്താവെ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ആരാഴ്ച മഹത്വപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിന്മേൽ തന്നെ മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിദേശാരിയും പ്രയാസം കൂടെ കടന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആ സ്തോത്രം അല്ലെങ്കിൽ ആർക്കും യാതൊരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ കർത്താവെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അപ്പച്ചങ്ങടിയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളായി കർത്താവെ ഹല്ലേലൂയ പ്രവർത്തിക്കുന്നവരുടെ ഹൃദയങ്ങളിന്മേൽ അങ്ങ് വ്യക്തമായി ഹല്ലേലൂയ ഇടപെടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണമായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവെ, ഹല്ലേലൂയ അവരുടെ ഹൃദയത്തോടെ അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ആരാധിക്കുന്ന മഹിമ അവരും കൂടെ അനുഭവിച്ചറിയുവാൻ അനേകർ അവർ മൂലം കർത്താവെ കടന്നു വരുവാൻ പൂർണ്ണമായ ഒരു മനസ്സാകുന്ന അവർ ഓരോ ഹൃദയങ്ങളിലും കർത്താവെ അങ്ങ് കൊടുത്ത് കർത്താവ് ഇടപെടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ആ സ്തോത്രം ഞാൻ പ്രാർത്ഥിക്കാൻ ഇടപെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ആ സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിൽ മേൽ ദൈവിക പ്രവൃത്തി അയക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. ദൈവിക സമാധാനത്തിൽ അങ്ങ് നിറയ്ക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ കർത്താവ് ആരാഴ്ച മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഓരോ പ്രിയപ്പെട്ടവരും ഇടയാക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. കേരളത്തിന് ആ സ്തോത്രം കർത്താവ്. എല്ലാ പ്രവേശനങ്ങളും മേലും ദൈവത്തിന്റെ കരം അയച്ചിരിക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ആ സ്തോത്രം അപ്പച്ചന്റെ പിന്നേശ്വര നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥനയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 5 വൻകരകളിലായി 200-ൽ പരം രാജ്യങ്ങളിലായി ചിതറിപ്പാർക്കുന്ന ജനത്തെ ഓർക്കാം. പ്രത്യേകിച്ച് സത്യം അറിഞ്ഞവരെ, ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നവരെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പല രാജ്യങ്ങളിൽ യുദ്ധത്തിൻ്റെതായ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ ജനം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ സ്വർഗീയ കരം വെളിപ്പെടുവാൻ, അവിടെയൊക്കെ യുദ്ധത്തിന് ഒരു സമാധാനം ഉണ്ടാകുവാൻ, അതിനൊക്കെയും കർത്താവെ നിർത്തൽ ചെയ്യുവാൻ കർത്താവിന്റെ കരം ഈ ദിവസങ്ങൾ വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ അല്പസമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം അവരെ ഒരുക്കിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ആധുനിക കേരള ചാർട്ടറിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ സ്വർഗം അനുഗ്രഹിക്കണമേ. ഇന്നുവരെയും കർത്താവ് പുലർത്തിയതോർത്ത് നന്ദി പറയുന്ന കർത്താവേ, യാതൊരു യോഗ്യത അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ദയാ കരുണ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ, മരണം ഞങ്ങളെ വിഴുങ്ങുവാൻ പലപ്പോഴും ഭാവിച്ച സ്ഥാനത്ത് ആ ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ആയുസ് നീട്ടിത്തന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അവിടുന്ന് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥനാവിനയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കേരള ചാപ്റ്ററിന്റെ ഓരോ നടക്കുന്ന കൂട്ടായ്മകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവ് ഒരിക്കൽ കൂടെ അനീഷ് പാസ്റ്ററുടെ ഫാദറിനായി പ്രാർത്ഥിക്കുന്നു, സുനിൽ പാസ്റ്ററുടെ പിതാവിനായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ബലത്തോടെ എത്രയും പെട്ടെന്ന് ഭവനത്തിൽ മടക്കി അയക്കണമേ. പ്രത്യേകിച്ച് ഈ ലോകത്തിന്റെ 5 വൻകരകളായി നടക്കുന്ന എല്ലാ ഹല്ലേലൂയ വേർപെട്ട സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ ഈ കർത്താവിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ സുഖം സഹായിക്കണമേ. ഹല്ലേലൂയ. അവിടെയൊക്കെ ശുശ്രൂഷാമോതായിരിക്കുന്നവരെയും കൂടി വരുന്ന ജനത്തെയും കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥനാവിനയുടെ എല്ലാ ഇന്റർനാഷണൽ ലെവലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഈ സന്ധ്യയെങ്കിൽ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെയൊക്കെയും കർത്താവ് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ.
തുടർന്ന് അല്പസമയം കർത്താവേ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നത് ഞങ്ങൾക്ക് അവർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. വരുന്ന ശുശ്രൂഷയൊക്കെ അവിടുന്ന് മാനിക്കണമേ കർത്താവേ. സകലവും മാനവും മഹത്വം കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ തന്ന ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് രാധയുടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം നമുക്ക് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഇവിടെ നിൽക്കുവാനും ദൈവം അവിടെ നിന്ന് കൃപയാൽ ഭാഗ്യ അവസരവും തന്നല്ലോ. ഇനി നമ്മൾ ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ കേൾക്കുവാനായി ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രിയില് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് അടൂരുള്ള പാസ്റ്റർ സാബു ഓറുകളാണ്. തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് തന്നിൽ കൂടെ നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് വളരെ പ്രാർത്ഥനയോടായിരിക്കാം. ഈ കാലഘട്ടത്തിൽ വിവിധയിടങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പ്രിയ കർത്തൃദാസനെ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗിൽ നമുക്ക് കടന്നു വന്ന ദൈവമക്കൾക്ക് വേണ്ടി നല്ല ആലോചന അറിയിപ്പാൻ ദൈവം തന്റെ ദാസനെ ഉപയോഗിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നാം എല്ലാവരുമായിരിക്കുമ്പോൾ തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായി പ്രിയ കർത്തൃദാസനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ധന്യ തിരുനാമം ഈ രാത്രിയിൽ അവിടുന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാ ധനിയുടെ കേരള ചാപ്റ്ററിന്റെ പ്രാർത്ഥനാ സംഗമത്തിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഒരുക്കി തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശിശാലി മീറ്റിംഗിന് നേതൃത്വം കൊടുക്കുന്ന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ കർത്തൃദാസൻ സുരേഷ് പാസ്റ്റർ, അതുപോലെ തന്നെ കേരള ചാപ്റ്ററിന്റെ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന പ്രിയ ബെൻസൺ പാസ്റ്റർ, അതുപോലെ കേരള ചാപ്റ്റർ ചെയർമാൻ ആയിരിക്കുന്ന പ്രിയ ഹാൻലി പാസ്റ്റർ, അതുപോലെ കൊല്ലം ജില്ലയുടെ ചെയർമാൻ ആയിരിക്കുന്ന രാജി പാസ്റ്റർ, മറ്റ് പ്രിയപ്പെട്ടവര്, അതുപോലെ തന്നെ പ്രാർത്ഥന ലീഡ് ചെയ്ത പ്രിയപ്പെട്ട അച്ഛന്, അതുപോലെ തന്നെ മറ്റേ ഇതിൽ ഇന്ന് രാത്രിയിലായിരിക്കുന്ന ഈ ഓൺലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നസ്രാനായ യേശു ക്രിസ്തുവിന്റെ വേഗം വരുന്ന നാമത്തിലുള്ള നന്ദിയെ വിതരണത്തിൽ അറിയിക്കുന്നു. ദൈവം ഇന്ന് രാത്രി നമ്മെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തതിന്റെ കാരണം ഇവിടെ കറണ്ടില്ല, കറണ്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഓൺ ആക്കുവാൻ കാണാൻ കഴിയാതിരിക്കുന്നത്. ദൈവം നമ്മെ ഇന്ന് രാത്രി ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയുടേതായിട്ടുള്ള വലിയ പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. എങ്കിലും നമുക്ക് ഇത്രയും പേർക്ക് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ദൈവപാദപീഠത്തിൽ മുട്ടുമടക്കുവാൻ, ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം അവിടുന്ന് ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിന്മേലെ ദൈവത്തിന്റെ കരം അവിടുന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം ഇന്ന് രാത്രി നമുക്ക് അവിടുന്ന് കൃപ തെരുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ഒരു ചിന്ത പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. കറണ്ടിന്റെ അഭാവം മൂലം ചാർജ് എപ്പോഴാണ് മൊബൈലിൽ തീരുന്നത് എനിക്ക് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ മുതൽ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എപ്പോഴാണ് ചാർജ് പോകുന്നതെന്ന് വന്ന കറണ്ട് അല്പം ഇടയ്ക്ക് വന്നപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്യുവാൻ തക്കണം ഇടയായി തീർന്നു. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ വേഗത്തിൽ തന്നെ ഒരു ചിന്ത പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്കായിട്ട് 1 ദിനവൃത്താന്തം 4-ന്റെ 9-10 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദിവസം നടക്കാം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വായിച്ച തിരുവചന ഭാഗത്തേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ അല്പനിമിഷം വചനമായി ഞങ്ങളുടെ സന്നിധിയിലായിരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അഭിഷക്തന്മാരെ വിവരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവചനമാണ് ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടിരുന്നത്. അനേകം മെസ്സേജുകൾ ഒക്കെ നമ്മൾ ഈ ഭാഗത്തു നിന്ന് കഴിഞ്ഞ നമ്മളൊക്കെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിലുപരി നമ്മളൊക്കെ മെസ്സേജ് ചെയ്യുന്ന ഒരു ഭാഗം, കാരണം ഇതിനകത്ത് കൂടുതലും കർത്തൃദാസന്മാരായതുകൊണ്ട് പലപ്പോഴും നമ്മൾ സൺഡേ മീറ്റിങ്ങുകളിലും ഉപവാസ പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ മെസ്സേജ് ചെയ്യുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഒരു വലിയ വിശദീകരണത്തിലേക്ക് കടന്നു പോകാൻ തക്കണം ആഗ്രഹിക്കാതെ വേഗത്തിൽ 1-2 ദൂതുകൾ മാത്രം പറഞ്ഞു ദൈവസ്ഥലത്തിൽ ഇരിക്കാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിനകത്ത് കൂടുതലും അഭിഷക്തന്മാരാണല്ലോ. ആ ഒരു ബോധ്യത്തോടെ തന്നെയാണ് ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവം ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് എബ്ബേസിന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കോണം. ഈ 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് എബ്ബേസിന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രാർത്ഥന. ഇന്ന് രാത്രി ഈ ഓൺലൈനിൽ നമ്മളും ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണല്ലോ ഇന്ന് രാത്രി നാം ഒരുമിച്ച് ആയിരിക്കുന്നത്. മാസത്തിൽ ഒരിക്കൽ നമുക്ക് നടക്കുന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മ
ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങളുടെ മേലെ ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗ്ഗം അവിടത്തേക്ക് തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എബേസും ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തന്റെ മുൻപിലുള്ള ചില വിഷയങ്ങളെ കുറിച്ച് ആ 9-10 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ 10ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി നമുക്ക് അവിടെ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്ത് വിഷയത്തിന്റെ നടുവിലാണ് എബേസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവിടെ നാം പഠിക്കുമ്പോൾ, താഴോട്ട് പഠിച്ചു വരുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എബേസ് അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിക്കൊടുത്തു. അപ്പൊ നോക്കിക്കെ, തന്റെ ആവശ്യത്തിന് മുൻപിൽ, തന്റെ മുൻപിൽ നിൽക്കുന്ന വിഷയത്തിന്റെ മുൻപിൽ എബേസ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം തയ്യാറായപ്പോൾ, എബേസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറായി തീർന്നപ്പോൾ, അവൻ പ്രാർത്ഥിച്ചതിനെ അല്ലെങ്കിൽ അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ എവിടെയെല്ലാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഉയർന്നിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവസന്നിധിയിൽ നിലവിളി ഉയർന്നിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ തക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കണം കഴിയുന്നുണ്ട്. ഏത് സാഹചര്യത്തിന്റെ മുൻപിലാണ് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഏത് വിഷയത്തിന്റെ നടുവിലാണ് അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്, ആ വിഷയത്തിന്റെ എല്ലാം നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഒരു ഭക്തനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് ധൂപം കാട്ടുമ്പോൾ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം ആ ഭക്തന് വേണ്ടി ആ കൂടാരത്തിനകത്ത്, ദേവാലയത്തിനകത്ത് ഇറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പുറത്തു നിൽക്കുന്ന ഒരു ജനതയുടെ മുഴുവൻ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് നടുവിലേക്ക്, ഭക്തന്റെ അരികിലേക്ക് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, സെക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. നോക്കിക്കെ, പുറത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ വിഷയമായിട്ടാണ് ഭക്തൻ ദേവാലയത്തിനകത്ത് ധൂപം കാട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നാൽ പുറത്തു നിൽക്കുന്ന ജനത്തിന്റെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അകത്തളങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ വിഷയത്തെ ഏറ്റെടുക്കുവാൻ പുറത്തു നിൽക്കുന്ന ജനത്തിന് കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രി പറയട്ടെ, എന്റെ നിങ്ങളുടെയും വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. പ്രിയ ദൈവദാസന്മാരായ നമ്മൾ ഇന്ന് രാത്രി ഇതിനകത്ത് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ അനേകരുടെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി നാം ഈ സൂം പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ വിഷയമായി നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുമ്പോൾ, പുറത്തു നിൽക്കുന്ന ജനത്തിന്റെ വിഷയവുമായി നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുമ്പോൾ, ഇന്ന് രാത്രി എന്റെ നിങ്ങളുടെയും വിഷയത്തെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് രാത്രി ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ദൈവദാസന്മാരായിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനകത്തായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പുറത്തു നിൽക്കുന്ന ജനത്തിന് കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രി അകത്തളങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എന്റെ നിങ്ങളുടെയും വിഷയത്തെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. നോക്കിക്കേ, ഭക്തനായ ഭക്തൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാ, ദൈവസന്നിധിയിൽ ധൂപം കാട്ടുകയാ. ഒരു ജനതയുടെ മുഴുവൻ വിഷയങ്ങളും തന്റെ ചുമലിലേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ മറുപടി അവന്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. നാളുകളായി ആരും കാണാതെ ദൈവസന്നിധിയിൽ കരയുന്ന, തന്റെ വിഷയമായി ദൈവസന്നിധിയിൽ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് കരയുന്ന ഭക്തന്റെ വിഷയത്തെ പുറത്തു നിൽക്കുന്നവർക്ക് കാണുവാൻ തക്കവണ്ണം കഴിയാതിരുന്നപ്പോൾ, തന്റെ വിഷയത്തെ കണ്ട ഒരു സ്വർഗം, തന്റെ പ്രാർത്ഥനയെ കണ്ട, തന്റെ വിഷയത്തെ, തന്റെ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട ഒരു സ്വർഗം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നെങ്കിൽ, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് കഴിയാതിരിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങളെ മറ്റുള്ളവർക്ക് കാണുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുമ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ വേദനകളെയും നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ മറ്റാർക്കും പരിഹാരം നൽകി തരുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ പ്രസംഗിക്കുന്ന, ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗ്ഗം അവിടുന്ന് മറുപടി നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ ആരും കാണുന്നില്ലല്ലോ എന്ന് രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ആരും അറിയുന്നില്ലല്ലോ, നമ്മുടെ നൊമ്പരങ്ങളെ ആരും കാണുന്നില്ലല്ലോ എന്ന് പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ അകത്തളങ്ങളിൽ വിഷമത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ, ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ വേദനകളെ നന്നായി അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആയിരിക്കുന്നത് നാം മറന്നു പോകരുത്.
അമേൻ, ഹല്ലേലൂയ. നോക്കിക്കേ, ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നാം ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ ഈ നാളുകളിൽ സ്വർഗ്ഗം അവിടുന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഭക്തനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെ, സെക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, രാത്രിയുടെ യാമങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവദാസനെ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ഒരു വാഗ്ദത്തമായി ഈ നാളുകളിൽ സ്വർഗ്ഗം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് കൈമാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടിയായി നൽകിയത് ഒരു വാഗ്ദത്തമായിരുന്നെങ്കിൽ അവന്റെ പ്രാർത്ഥനയുടെ മറുപടി ഒരു വാഗ്ദത്തമായി ഭക്തന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ, ഭക്തന്റെ ജീവിതത്തിൽ, പുരോഹിതന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ജനത്തിന്റെയും ഓരോ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയുടെ മറുപടി ഒരു വാഗ്ദത്തമായി ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് സ്വർഗം അവിടുന്ന് കൈമാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നോക്കിക്കേ, ഇവിടെ എബ്ബേസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 9-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഇങ്ങനെയാണ്. എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് എബ്ബേസ് എന്ന് പേരിടുവാൻ തക്കവണ്ണം ഇടയായി. നോക്കി, ഒരു വ്യസനപുത്രൻ എന്ന് പറഞ്ഞ് തന്റെ മാതാവ് അവനെ പ്രസവിക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും നിൽക്കുന്ന ഭക്തൻ അല്ലെങ്കിൽ എബ്ബേസ്, എന്നാൽ ആ പ്രതികൂലത്തെ വകവയ്ക്കാതെ, ആ പ്രതിസന്ധികളെ വകവയ്ക്കാതെ അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, തന്റെ മാതാവ് തന്നെ ഒരു വ്യസനപുത്രൻ എന്ന് പറഞ്ഞാണ് പ്രസവിക്കുവാൻ തക്കവണ്ണം ഇടയാത്തിരുന്നത്. പക്ഷേ താൻ ഒരു വ്യസനപുത്രൻ എന്ന് പറഞ്ഞ് മാറിയിരിക്കുവാൻ തക്കവണ്ണം എബ്ബേസ് ആഗ്രഹിച്ചില്ല. ജീവിതത്തിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞ്, ജീവിതത്തിൽ പ്രതികൂലം എന്ന് പറഞ്ഞ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് എബ്ബേസ് മാറിയിരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചില്ല. അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്ന് രാത്രി പറയട്ടെ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഇന്ന് രാത്രി അതിന്റെ നടുവിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെങ്കിൽ ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം നമുക്ക് മറുപടി നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ എബ്ബേസ്, ഹല്ലേലൂയ, താൻ ഒരു വ്യസനപുത്രൻ എന്ന് പറഞ്ഞ് എബ്ബേസ് മാറിയിരിക്കുവാൻ തക്കവണ്ണം, അവൻ ഒതുങ്ങിയിരിക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചില്ല. അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. തന്റെ മുൻപിലുള്ള വിഷയത്തിന്റെ നടുവിൽ, തന്റെ മുൻപിലുള്ള ഭാരമേറി അല്ലെങ്കിൽ തന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എബ്ബേസിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, യാക്കോബ് എന്ന് പറയുന്നത് ഒരു ഭക്തനായ മനുഷ്യനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. ഈ ഭക്തനായ മനുഷ്യൻ അല്ലെങ്കിൽ യാക്കോബ് തന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ യാബോക്ക് കടൽത്തീരത്ത് വന്നപ്പോൾ തനിക്കുണ്ടായിരുന്ന സകലത്തെയും താൻ അക്കരെ കടത്തിയിട്ട് ഏകനായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്താ കാരണമെന്നറിയാമോ? താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയം അത്രത്തോളം വലുതായതുകൊണ്ട് തന്റെ മുൻപിലുണ്ട് അല്ലെങ്കിൽ തന്നോട് കൂടെ ഉണ്ടായിരുന്ന സകലരെയും താൻ അക്കരെ കടത്തിയിട്ട് ഏകനായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. യാബോക്ക് കടൽത്തീരത്ത് താൻ മുട്ടുമടക്കി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ, ഉഷസ്സാകുവോളം അവൻ ദൈവസന്നിധിയിൽ മല്ല് പിടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വിഷയം എത്ര വലുതായാലും, എത്ര പ്രതിസന്ധികൾ നിറഞ്ഞതായാലും, ഇന്ന് രാത്രി ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം തയ്യാറായിത്തീരുന്നുവെങ്കിൽ ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ യാക്കോബ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ഇടയായി. അവൻ ഉഷസ്സാകുവോളം ദൈവസന്നിധിയിൽ മല്ല് പിടിച്ചു. അവൻ ഉഷസ്സാകുവോളം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, അവൻ ദൈവസന്നിധിയിൽ കരയുവാൻ, അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തക്കവണ്ണം തയ്യാറായി തീർന്നപ്പോൾ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഉഷസ്സായപ്പോൾ അവന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണം ഇടയായി. അവന്റെ ജീവിതം ചേഞ്ചായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവന്റെ പേര് മാറുവാൻ തക്കവണ്ണം ഇടയായി. അവന്റെ അഡ്രസ് മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഹാലിലെ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും മുട്ടുമടക്കുവാൻ, ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും മല്ല് പിടിക്കുവാൻ തക്കവണ്ണം തയ്യാറായിത്തീരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് രാത്രി ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇയ്യോബിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഹാലിലെ കഷ്ടതയുടെ നടുവിലേക്ക് ഇറങ്ങിപ്പോയ ഭക്തനായ ഒരു മനുഷ്യനായി ഇയ്യോബ്, ഹല്ലേലൂയ, അത്രത്തോളം കഷ്ടതയുടെ നടുവിലേക്ക് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനെ നമുക്ക് മറ്റെങ്ങും കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. പക്ഷേ
അതിന്റെ നടുവിൽ ഇരുന്നുകൊണ്ടും തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ അവൻ പഠിക്കുന്നുണ്ട്. ഹാലിൽ അവന്റെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തി, അവന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തി. തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സകല നന്മകളും, തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സകല അനുഗ്രഹങ്ങളും ദൈവം ഇരട്ടിയായി ഇയ്യോബിന്റെ ജീവിതത്തിൽ മടക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പ്രിയ അഭിഷക്തന്മാരോട്, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പ്രിയ ദൈവജനത്തോട് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഹാലിൽ ഇന്ന് രാത്രി പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറായിത്തീരുന്നുവെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിന്ന് പൈശാചിക മണ്ഡലം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട, അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട, ശുശ്രൂഷ മണ്ഡലത്തിൽ വെളിപ്പെടേണ്ട നന്മകളും വാഗ്ദത്തങ്ങളും കഴിഞ്ഞ നാളുകളിൽ പൈശാചിക മണ്ഡലം തകർത്ത് കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ഇന്ന് രാത്രി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറായിത്തീരുന്നെങ്കിൽ എവിടെയാണോ പിശാച് നമ്മുടെ നന്മകളെ തകർത്ത് കളഞ്ഞത്, എവിടെയാണോ പൈശാചിക മണ്ഡലം നമ്മുടെ നന്മകളെ വിടുതലുകളെ തകർത്തു കളഞ്ഞത്, അതിന്റെ നടുവിലും ദൈവം തകർത്ത് കളഞ്ഞതിന്റെ നടുവിലും ദൈവം ഇരട്ടിയായി ദൈവം നമ്മുടെ ജീവിതത്തിൽ മടക്കി തരുവാൻ കോണം വിശ്വസ്തനാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹാലേലൂയ ഇതിനകത്തിരിക്കുന്ന പ്രിയ ദൈവജനത്തോട് പറയട്ടെ, ഹാലേലൂയ. പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരും, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരും, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ കടന്നു വരും. സാഹചര്യങ്ങൾ ഒരു പക്ഷെ നമുക്ക് അനുകൂലമായെന്ന് വരത്തില്ല. പക്ഷേ അതിന്റെ നടുവിലും ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ, അതിന്റെ നടുവിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറായിത്തീരുന്നുവെങ്കിൽ ദൈവം ഇന്ന് രാത്രി ഒരു പ്രവൃത്തി തന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ എബേസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരു വ്യസനപുത്രൻ എന്ന് പറഞ്ഞ് എബേസ് മാറിയിരിക്കുവാൻ തക്കവണ്ണം, ഒതുങ്ങിയിരിക്കുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചില്ല. അവിടെ 10-ാമത്തെ വാക്യം നിന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിരൊന്ന് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നോക്കിക്കേ, പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ഒരു വ്യസനപുത്രൻ എന്ന് മാറിയിരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കാത്ത എബേസ് ദൈവസന്നിധിയിൽ അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറായിത്തീർന്നപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി കൊടുത്തു. ദൈവം എബേസ് അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി പറയട്ടെ, ഹാലേലൂയ. നമ്മുടെ മുൻപിൽ ഹാലേലൂയ സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായേക്കാം. നോക്കിക്കേ, എരിഹോവിന്റെ പടിവാതിക്കിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 2 കുരുടന്മാരിരുന്ന് നിലവിളിക്ക് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ ആവശ്യത്തിനു മുൻപിൽ അവർ ദൈവസന്നിധിയിൽ ഏറ്റവും അധികം നിലവിളിക്കുവാൻ തക്കവണ്ണം തയ്യാറായിത്തീർന്നപ്പോൾ, അവർ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറായിത്തീർന്നപ്പോൾ ദൈവം നിന്ന് അവരെ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം അവരുടെ കാതുകളിൽ വന്ന് പതിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവരുടെ ജീവിതത്തിൽ ഒറ്റ ആവശ്യമേ ഉള്ളൂ, ഞങ്ങൾക്കൊന്ന് കാഴ്ച പ്രാപിക്കണം. ഹാലേലൂയ. നോക്കിക്കേ, അവരുടെ ജീവിതത്തിലെ ആവശ്യത്തിനു മുൻപിൽ സാഹചര്യങ്ങളെ നോക്കാതെ, ഹാലേലൂയ, ഒരു പക്ഷെ അവർക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങളെല്ലാം അവർക്ക് പ്രതികൂലമാണ്. പലരും അവരെ ശാസിക്കുന്നുണ്ട്, പലരും അവരെ നിന്ദിക്കുന്നുണ്ട്, പലരും അവരെ പഴിക്കുന്നുണ്ട്. ഒരു പക്ഷെ അവർക്ക് വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളാകട്ടെ, അല്ലെങ്കിൽ പിന്നീടാകട്ടെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പിന്നീട് കർത്താവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലാമെന്നൊക്കെ അവർക്ക് വേണം ചിന്തിക്കാം, അവർക്ക് വേണം അങ്ങനെ മാറിപ്പോകാം. പക്ഷേ അവരുടെ ആവശ്യത്തിനു മുൻപിൽ അവർ ദൈവസന്നിധിയിൽ ഏറ്റവും അധികം നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അവരെ പഴിക്കുമ്പോഴും അവരെ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഹാലേലൂയ നോക്കി അവരുടെ ജീവിതത്തിലെ ആവശ്യത്തിനു മുൻപിൽ അവർ ഏറ്റവും അധികം ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തക്കവണ്ണം തയ്യാറായിത്തീർന്നപ്പോൾ ഹാലേലൂയ അവർ പോലും പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ ഒരു ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഇവിടെ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി സാഹചര്യങ്ങളെ നോക്കാതെ, ആ എരിഹോവിന്റെ പടിവാതിക്കൽ ഇരുന്നു കൊണ്ട് സാഹചര്യങ്ങളെ നോക്കാതെ ആ കുരുടന്മാർ ദൈവസന്നിധിയിൽ ഏറ്റവും അധികം നിലവിളിക്കുവാൻ തയ്യാറായിത്തീർന്നത് പോലെ ഈ നാളുകളിൽ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുൻപിൽ പ്രതികൂലമായി നിൽക്കുമ്പോഴും യാതൊരു സാധ്യതകളും നമ്മുടെ മുൻപിൽ ഇല്ലാതിരിക്കുമ്പോഴും ഇന്ന് രാത്രി അതിന്റെ നടുവിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറായിത്തീരുന്നുവെങ്കിൽ സകല സാധ്യതകളും നഷ്ടപ്പെട്ട മണ്ഡലത്തിൽ, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട മണ്ഡലത്തിൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഹാലിലെ രാസറിന്റെ കല്ലറയ്ക്കൽ നിൽക്കുന്ന സഹോദരിമാരോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നോക്കിക്ക, സകല സാധ്യതകളും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ മുൻപോട്ട് കടന്നു പോകുമെന്നറിയാതെ തങ്ങൾക്കുണ്ടായിരുന്ന ഏക പ്രതീക്ഷയായിരുന്ന തങ്ങളുടെ സഹോദരൻ മരിച്ച് ലോകത്തിലുള്ള മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. ഇനി അവരുടെ മുൻപിൽ യാതൊരു സാധ്യതകളുമില്ല, ഇനി യാതൊരു പ്രതീക്ഷയുമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന
പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ അഭിഷക്തന്മാരെ, വിഷയത്തിന്റെ നടുവിൽ യാതൊരു സാധ്യതകളുമില്ലാതെ ഇനി എന്തായി തീരുമെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി ഇന്ന് രാത്രി സ്വർഗം നമ്മുടെ മുൻപിൽ അവിടുന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇല്ല, ഇന്ന് രാത്രി അതിന് പ്രാർത്ഥന മുറിക്കകത്ത് സ്വർഗം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ യാതൊരു സാധ്യതകളും ഇല്ലായിരിക്കാം. സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മേഖലയിൽ കൂടിയായിരിക്കാം ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് രാത്രി പുനരുദ്ധാനത്തിന്റെ ശക്തിയുടെ മുൻപിൽ ഇന്ന് രാത്രി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മണ്ഡലത്തിൽ, സാധ്യതകൾ നഷ്ടപ്പെട്ട മണ്ഡലത്തിൽ ഒരു നീരുറവയെ തുറക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്, ഞാൻ നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമ്മുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ ഞാൻ നിങ്ങൾ തയ്യാറായി തീരുമ്പോൾ നാം അപേക്ഷിക്കുന്നതിനെ ദൈവം നമുക്ക് അവിടുന്ന് നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി കൊടുത്തെങ്കിൽ ഈ നാളുകളിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ധ്വനിയിൽ വെച്ച് നാം പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ ഈ നാളുകളിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നൽകി തരുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ചാപ്റ്ററിൽ നൽകി തരുവാൻ തക്കവണ്ണം സ്വർഗ്ഗ ഈ നാളുകളിൽ അവിടുന്ന് കൃപ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരത്തെ ദൈവവാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഇന്ന് രാത്രി നമ്മെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്തൃദാസനിലെ കൂടെ ഏറ്റവും ശ്രേഷ്ഠമേറിയ നല്ല ആലോചന ഇന്ന് രാത്രിയിൽ നമുക്ക് കേൾക്കുവാനിടയായി. ആമേൻ. വസനത്തോടെ ആയിരുന്ന യബ്ബേസിന്റെ അപേക്ഷ നിരസിക്കാതെ അവന്റെ അപേക്ഷിച്ചതിനൊക്കെ മറുപടി നൽകിയ കർത്താവ് ഈ കാലഘട്ടത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ വ്യസനത്തോടും ഭാരത്തോടും ഇരിക്കുന്ന പ്രാർത്ഥനാ ധ്വനിയിലെ നമ്മുടെ ഓരോരുത്തർക്കും അപേക്ഷ കേട്ട് മറുപടി തരുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ഒരിക്കൽ കൂടെ അവൻ നമുക്ക് വചനത്തിൽ കൂടെ ആധികാരികമായി ദൈവദാസൻ ഓർപ്പിക്കാൻ ഇടയായി തീർന്നല്ലോ. പാസ്റ്റർ സാബു അവറുകളെ ദൈവം ആശീർവദിക്കട്ടെ. അവൻ ഇന്ന് രാത്രിയിൽ പിന്നെയും വളരെ വിശ്വാസത്തോടും പ്രത്യാശയോടും മുന്നേറുവാൻ ദൈവം നമുക്ക് ഏവർക്കും ഭാഗ്യം ഒരുക്കട്ടെ. അവൻ ഇന്ന് മഴയുടെയും മറ്റു പ്രതികൂല ഇവിടെയും കറണ്ടിന്റെ ഒക്കെ നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. അവൻ വിവിധ ഇടങ്ങളിൽ ഉണ്ടെങ്കിലും നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം ഒരുക്കി. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ഇന്ന് രാത്രിയിൽ അവൻ തുടർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടതിനായി, നമ്മുടെ അറിയിപ്പുകളൊക്കെ പറയേണ്ടതിനായി നമ്മുടെ കേരളത്തിന്റെ ഈ ചാപ്റ്ററിന്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയ കർത്തൃദാസൻ ഹാർലിക് പാസ്റ്റർ അവരുകളെ ഉണ്ടല്ലോ. അവൻ പ്രിയ ചെയർമാനെ തുടർന്ന് മീറ്റിംഗിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു. കർത്താവിന്റെ പുനരുദ്ധാനം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മാസം തോറുമുള്ള നമ്മുടെ പ്രാർത്ഥനാ സംഗമം ഈ ജൂലൈ മാസത്തിൽ ഏറ്റവും അനുഗ്രഹിക്കേണ്ട നിലയിൽ നടത്തപ്പെടുവാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കരുണ ചെയ്തതിനെ ഓർത്ത് കരുണ വെക്കും. കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസൻ പ്രിയ സുരേഷ് പാസ്റ്റർ തിരുവനന്തപുരത്ത് കർത്താവിന്റെ വേലബന്ധത്തിലായിരിക്കുന്നല്ലോ. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ തക്കണം. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രിയ ജോയിച്ചാന് തക്ക സമയത്ത് പ്രയറിന്റെ കാര്യങ്ങൾ ക്രമീകരിപ്പാൻ കർത്താവ് ഇടയാക്കിയ ഓർത്ത് സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു. അതുപോലെ ഒടുവിലായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാലോചിതമായ ഒരു നല്ല സന്ദേശം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള വിഷയമാണെങ്കിൽ തന്നെ ഇന്ന് രാത്രികാലം ദൈവം ചില പുതിയ ചിന്തകൾ അല്ലെങ്കിൽ നമ്മളോട് ഇടപെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അനേകരുടെ ഭാരങ്ങൾ ചുമക്കുന്നവർ പലപ്പോഴും അവരുടെ ഭാരങ്ങൾ ആരും കേൾക്കാനില്ലാത്ത ചിന്തയൊക്കെ വരുന്ന കർത്താവ് അവർക്ക് മറുപടി കൊടുക്കുന്നുള്ള ഒരു വലിയൊരു ഉറപ്പ് ഇന്ന് രാത്രികാലം കേൾക്കുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രികാലം വളരെ പ്രതികൂലങ്ങൾ കേരളത്തിലുണ്ട്. കറണ്ടിന്റെ വിഷയം പലയിടത്തും ഉണ്ട്. പല പ്രിയപ്പെട്ടവരും നമ്മൾ പ്രോഗ്രാമിൽ നിശ്ചയിച്ച പ്രിയപ്പെട്ടവർ കടന്നു വരാൻ കഴിയാതിരുന്നു. വേഗത്തിലാണ് മറ്റു ക്രമീകരണം ചെയ്തത്. എന്നാൽ ഏൽപ്പിച്ചവരൊക്കെ വളരെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുള്ള പ്രത്യേക നന്ദിയെ കേരള ചാപ്റ്ററിന്റെ പേരിൽ ഞാൻ അറിയിപ്പിച്ചു കൊള്ളുന്നു. കർത്താവിനോട് താമസിക്കുന്നെങ്കിൽ നമുക്ക് എല്ലാ മാസവും 3-ാം തിങ്കളാഴ്ച വൈകിട്ടാണല്ലോ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. കർത്താവിനോട് താമസിക്കുമെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ മീറ്റിംഗ് ഓഗസ്റ്റ് മാസം 19-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ടായിരിക്കും മീറ്റിംഗ്. അന്ന ദിവസത്തെ മീറ്റിംഗ് പ്രത്യേക നിലയിൽ ക്രമീകരിക്കാൻ തക്കോണം ആഗ്രഹിച്ച് ആലോചിക്കുന്നു. ഒരു ഗസ്റ്റ് ദേവദാസനെ വിളിച്ച് അല്പം കൂടെ ദൈവമക്കളെ അക്കോമഡേറ്റ് ചെയ്തൊക്കെ രീതിയിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് ക്രമീകരിക്കാൻ തക്കണം ആഗ്രഹിക്കും. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ജില്ലാ ചാപ്റ്ററുകളിലെ പ്രവർത്തനം അനുഗ്രഹമായി നടക്കുന്നു. നമ്മുടെ കൊല്ലം ചാപ്റ്റർ, അതുപോലെ ആലപ്പുഴ ചാപ്റ്റർ, കോട്ടയം, എറണാകുളം ഈ ചാപ്റ്ററിലെ പ്രവർത്തനമൊക്കെ അനുഗ്രഹം നടക്കുന്ന അറിയുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് താമസിക്കുന്നെങ്കിൽ മറ്റു ജില്ലകളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാൻ തക്കണം
അനുയോജ്യരായ പ്രാർത്ഥന സഹകാരികളെ കർത്താവ് എല്ലാ ജില്ലകളിൽ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി ദൈവങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥന കേരള ചാപ്റ്ററിന്റെ പേരിലുള്ള നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഖദർദാസന് രാജീവ് പാസ്റ്റർ ലൈനിലുണ്ടല്ലോ. രാജീവ് പാസ്റ്റർ, ലൈനിലുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാൻ തക്കണം ഓർപ്പിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ ദിവസത്തിന്റെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ഞങ്ങൾക്ക് കർത്താവെ പ്രാർത്ഥനാധ്വനിയുടെ കേരളത്തിന്റെ മീറ്റിംഗായി ഇന്ന് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഇടയാക്കി. വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അനുഗ്രഹീതമായ നിലയിൽ ഈ മീറ്റിംഗ് ക്രമീകരിപ്പാനായി കർത്തദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ദൈവം ഒരുക്കിയല്ലോ. കർത്താവെ, പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രസ്താവിപ്പാൻ അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ദൈവം ഒരുക്കിയതിനായി സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ആഴമായ ദൈവിക ആലോചനകളും ദൈവിക ചിന്തകളും നൽകി തന്ന കർത്തദാസനായി പ്രാർത്ഥിക്കുന്നു. എബേസിന്റെ ശക്തമായ പ്രാർത്ഥന ഇന്ന് രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ ദൈവമിടയാക്കിയല്ലോ. കർത്താവെ, പ്രതികൂല സാഹചര്യങ്ങളും മാറി നിൽക്കാതെ ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വ്യക്തമായി ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ ദൈവമിടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രവർത്തനങ്ങൾ വളരെ വിശാലമായ നിലയിൽ മുൻപോട്ട് പോകുവാൻ ദൈവമിടയാക്കണമേ. കർത്താവെ, എല്ലാ ജില്ലകളിലും ഈ പ്രവർത്തനം വ്യാപിപ്പാൻ അനേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവമിടയാക്കണം. ഇതിന്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ രാത്രിയിലെ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനെ ദൈവം ബലപ്പെടുത്തണമേ കർത്താവെ. അടുത്ത മാസം ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നതുവരെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും വഹിക്കണമേ കർത്താവെ. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ ദാസന്റെ മേലും പ്രാർത്ഥനാധുനിയുടെ എല്ലാ പ്രവർത്തനത്തിന്മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവിലുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. രാത്രി കർത്താവ് നമുക്ക് ജയം തന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്.